നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്ത് വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട, വളരെ ശ്രദ്ധേയമായ ഒരു സംഭവമാണ് പത്തനംതിട്ട ജില്ലയിലെ വെച്ചൂച്ചിറ സ്വദേശിയായ ജസ്നയെ കാണാതായതുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ. 2018 മാർച്ച് 22-ാം തീയതിയാണ് ജസ്ന അപ്രത്യക്ഷമാവുന്നത്. ജസ്ന കാഞ്ഞിരപ്പള്ളി SD കോളേജിൽ 2ാം വർഷ BCom വിദ്യാർത്ഥിനിയായിരുന്നു. വളരെ ശാന്ത സ്വഭാവവും അധികം ആരോടും സംസാരിക്കാത്ത, എന്നാൽ എപ്പോഴും എന്തോ ഒരു ദുഃഖം അമർത്തി വെച്ചിരിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റമൊക്കെയായിരുന്നു. ആ കുട്ടിയെ മാർച്ച് 22-ന് കാണാതായി. അതുമായി ബന്ധപ്പെട്ട് ഈ കുട്ടി വെച്ചൂച്ചിറ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണെങ്കിൽ പോലും കോട്ടയം ജില്ലയിലെ എരുമേലി എന്ന് പറയുന്ന പട്ടണമായിട്ടാണ് അവർക്ക് കൂടുതൽ ബന്ധം. കോളേജിൽ പോകുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കെല്ലാം എരുമേലിയിലാണ് പോകുന്നത്. ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് എരുമേലി പോലീസ് സ്റ്റേഷനിൽ ഈ കുട്ടിയുടെ ബന്ധുക്കൾ ചെന്ന് പരാതി നൽകുകയും, എന്നാൽ ഇത് വെച്ചൂച്ചിറ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലായതുകൊണ്ട് വെച്ചൂച്ചിറ സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാൻ അവരെ നിർദ്ദേശം അയക്കുകയും ചെയ്തു. അവിടെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. എരുമേലിയിൽ കേസെടുത്തിട്ട് ആദ്യ അന്വേഷണം നടത്തി ട്രാൻസ്ഫർ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ വെച്ചൂച്ചിറയ്ക്ക് പോകാൻ പറഞ്ഞ് അങ്ങനെ അവർ വെച്ചൂച്ചിറ പോലീസ് സ്റ്റേഷനിൽ വന്ന് റിപ്പോർട്ട് ചെയ്തു, കേസും എടുത്തു. ഈ സമയത്ത് ഞാൻ തിരുവല്ല ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടായിരുന്നു. തിരുവല്ല സബ് ഡിവിഷനിൽപ്പെട്ട ഒരു പോലീസ് സ്റ്റേഷനാണ് വെച്ചൂച്ചിറ പോലീസ് സ്റ്റേഷൻ. അപ്പോൾ ഈ സംഭവം എനിക്ക് വളരെ തുടക്കം തൊട്ടേ അറിയാം. അപ്പോൾ 1-2 ദിവസം ആയിട്ട് കുട്ടിയെ കാണാതായപ്പോൾ വളരെ ഗൗരവത്തോടെ തന്നെയാണ് അന്ന് ലോക്കൽ പോലീസ് ഈ സംഭവം അന്വേഷിക്കുന്നത്. 2-3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഇത് അവിടുത്തെ CI ഈ കേസിൻ്റെ അന്വേഷണം നടത്താനെ കൊണ്ട് നിർദ്ദേശിച്ചു. മാത്രമല്ല ഡെയിലി മോണിറ്ററിംഗ് ഉണ്ടായിരുന്നു. ഞാനും എല്ലാ ദിവസവും ഈ കേസിൻ്റെ അന്വേഷണ പുരോഗതി വിലയിരുത്തുമായിരുന്നു. തുടർന്ന് ഈ കേസിൻ്റെ അന്വേഷണം എന്നെ ഏൽപ്പിച്ച് ഉത്തരവായി. അപ്പോൾ അങ്ങനെ വലിയൊരു ടീം, CA-മാരും SI-മാരും അതുപോലെ CPM-മാരും ഒക്കെ ഉള്ള ഒരു വലിയ ടീമിനെ രൂപീകരിച്ച് വളരെ സമഗ്രമായൊരു അന്വേഷണമാണ് ഞങ്ങൾ നടത്തിയത്. മാത്രമല്ല അന്നത്തെ പത്തനംതിട്ട DPC-യും അതുപോലെ തന്നെ IG അവറുകളൊക്കെ ഈ കേസ് ഡെയിലി ഇതിൻ്റെ പ്രോഗ്രസ് വിളിച്ച് ഡിസ്കസ് ചെയ്യുകയും അതുപോലെ നിർദ്ദേശങ്ങൾ തരികയും ഒക്കെ ചെയ്യുവാണ്. നല്ല രീതിയിൽ ലോക്കൽ പോലീസ് അന്വേഷിച്ചൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെയാണ് പിന്നെ പല ഏജൻസി അന്വേഷിച്ചിട്ട് ഇതുവരെയും വലിയ പ്രത്യേകിച്ച് ക്ലൂ ഒന്നും കിട്ടാത്ത പോയതും അതുകൊണ്ടായിരിക്കാം. നല്ല അന്വേഷണമാണ്. ആയിരക്കണക്കിന് ഫോൺ കോളുകൾ പരിശോധിച്ചു. അതുപോലെ തന്നെ കിട്ടിയ ഫോൺ കോളുകൾ, അതുപോലെ തന്നെ ഊമക്കത്തുകൾ, ഇത് മൊത്തം പരിശോധിച്ചു. പല ഇൻഫർമേഷൻസും നമുക്ക് ലഭിക്കുന്നു. ആ ഇൻഫർമേഷൻസ് മൊത്തം ഞങ്ങൾ അരിച്ചു പറക്കി അന്വേഷിച്ചു. പിന്നെ മിസ്സിംഗ് കേസ് വരുമ്പോൾ ഈ അൺഐഡൻറ്റിഫൈഡ് ഡെഡ് ബോഡി, തിരിച്ചറിയാൻ പാടില്ലാത്ത ശവശരീരം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി അന്വേഷിക്കുക. അത് അന്യ സംസ്ഥാനങ്ങളിൽ വരെ പോയി അന്വേഷണം നടത്തിയിട്ടുണ്ട്. കേരളം, തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര, പല സംസ്ഥാനങ്ങളിലും ഈ കുട്ടിയെ പറ്റിയുള്ള അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഉപയോഗപ്രദമായ ഒരു വിവരവും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. പിന്നീട് ഈ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു. തുടർന്ന് പിന്നെ CBI അന്വേഷിച്ചു. ഈ കുട്ടിയുടെ ബന്ധുക്കളും കുറച്ച് പൊതുപ്രവർത്തകരും ഹൈക്കോടതിയെ സമീപിക്കുകയും അങ്ങനെ ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം ഈ കേസ് CBI അന്വേഷണം ഏറ്റെടുത്തു. അപ്പോൾ CBI അനേക മാസങ്ങൾ അന്വേഷിച്ചിട്ടും ഇത് ഒരു ക്ലൂവും കിട്ടാത്തതുകൊണ്ട് ഈ കേസിൻ്റെ അന്വേഷണം തൽക്കാലം അവസാനിപ്പിക്കുന്നതായി കാണിച്ചുകൊണ്ട് കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കുകയും, എന്നാൽ ഈ ജസ്നയുടെ പിതാവ് കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻസ് അദ്ദേഹത്തിന് എവിടുന്നോ കിട്ടി, കുറച്ച് പുതിയ വിവരങ്ങൾ കാണിച്ചുകൊണ്ട് കോടതിക്ക് സീൽഡ് കവറിലൊരു കത്ത് കൊടുക്കുകയും, ആദ്യം ഓപ്പണായിട്ട് പറഞ്ഞതാണ്, പക്ഷേ കോടതി പറഞ്ഞത് പറ്റത്തില്ല, സീൽഡ് കവറിൽ ഇൻഫർമേഷൻ തരാൻ പറഞ്ഞു. അങ്ങനെ സീൽഡ് കവറിൽ ഇൻഫർമേഷൻസ് കൊടുക്കുകയും ആ പുതിയ വിവരങ്ങൾ CBIക്ക് കൈമാറി, കോടതി കൈമാറി CBIയോട് വീണ്ടും ആ കേസ് അന്വേഷിക്കാൻ പറഞ്ഞ് കേസ് അങ്ങനെ അന്വേഷണ അവസ്ഥയിലാണ്. സാധാരണഗതിയിൽ ഈ ഒരു മിസ്സിംഗ് കേസ്
അത് അവസാനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നുകിൽ അത് ആ കുട്ടിയെ അല്ലെ ആരാന്ന് വെച്ചാൽ അവരെ നമ്മൾ കണ്ടെത്തണം, തിരിച്ച് കണ്ടെത്തണം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ മോർട്ടൽ റിമെയിൻസ് അല്ലെങ്കിൽ കാണാതായ ആളിൻ്റെ മോർട്ടൽ റിമെയിൻസ് ഭൗതിക അവശിഷ്ടങ്ങൾ കണ്ടെത്തണം. അത് ചിലപ്പം സൂയിസൈഡ് ആവാം, ചിലപ്പോൾ നാച്ചുറൽ ഡെത്ത് ആവാം, ചിലപ്പം ഹോമിസൈഡ് ആവാം, ചിലപ്പോൾ ആക്സിഡൻ്റൽ ഡെത്ത് ആവാം. അതെന്തോ ആയിക്കോട്ടെ, അതിന് മോർട്ടൽ റിമെയിൻസ് കണ്ടെത്തിയെങ്കിൽ മാത്രമേ ആ കേസിൻ്റെ അന്വേഷണം അവസാനിപ്പിക്കാൻ പറ്റൂ. ഇവിടെ വളരെ സമഗ്രമായ അന്വേഷണമാണ് എല്ലാ ഏജൻസികളും നടത്തി വരുന്നത്. എനിക്ക് നല്ല ശുഭാപ്തി വിശ്വാസമുണ്ട് CBI ഈ കേസിൻ്റെ അന്വേഷണം തുടർന്ന് നടത്തി ഈ കേസിൽ ഉപയോഗപ്രദമായ ഒരു വിവരങ്ങൾ ലഭിച്ച് ഈ കേസ് തെളിയിക്കും. ഒന്നിലെ ജീവനോടെ കണ്ടെത്തും, അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ മോർട്ടൽ റിമെയിൻസ് കണ്ടെത്തി ഈ കേസിന് ഒരവസാനം കുറിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ജീവനോടെ കിട്ടാൻ ഇനി പ്രയാസമാണ്. സാധ്യത തള്ളിക്കളയുന്നില്ല, എന്തായിരിക്കുമെന്ന് നമുക്ക് തീർത്തും പറയാൻ പറ്റത്തില്ല, നല്ല സാധ്യത കുറവാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ ആദ്യ അന്വേഷണത്തിൽ പലപ്പോഴും ഇങ്ങനെ ഈ പല മീഡിയക്കാരും ഒക്കെ വിളിച്ച് ചോദിക്കാറുണ്ട് എന്താണ്. അപ്പോൾ ഈ അന്വേഷണമൊക്കെ ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് നമ്മൾ അങ്ങനെ വണ്ടി ഓടിക്കുമ്പോഴോ അല്ലെങ്കിൽ വേറെ തിരക്കിലിരിക്കുമ്പോഴൊന്നും ഇതിനെപ്പറ്റി പറയുന്നത് ശരിയല്ല. സാധാരണയായിട്ട് ഈ മാർച്ച് 22-ാം തീയതിയാണ് ഈ ജസ്റ്റിനെ കാണാതെ പോയത്. അപ്പോൾ ആ ഒരു സമയമാകുമ്പം എല്ലാ ചാനലുകളൂടെ അതിൻ്റെ പിന്നാലെ ഒന്ന് പോയി ജസ്റ്റിനെ കാണാതായി എന്നുള്ള സംഭവം ഒന്നുകൂടെ എടുത്തിട്ട് ഒന്ന് സജീവമാക്കും. അപ്പോൾ എൻ്റെ അന്വേഷണ കാലയളവിൽ ഒരു 100% തൃപ്തികരമായ അന്വേഷണമാണ് നടത്തിയിട്ടുള്ളത്. അതിനകത്ത് 1-2 കാര്യങ്ങൾ മാത്രം മനസ്സിൽ തട്ടിയ 1-2 കാര്യങ്ങളുണ്ട്. അതായത് ആ കുട്ടിക്ക് എന്തോ ഒരു ദുഃഖം ഉണ്ടായിരുന്നു, അതിന് മനസ്സിനെ അലട്ടുന്ന എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഒരു പ്രത്യേക സ്വഭാവക്കാരിയാണ്. ഇപ്പോൾ ഇവർ വീട്ടുകാർ വന്നിച്ച് ഇവർ പരുന്തുംപാറ എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ടുണ്ട്. അവിടെ ഈ കുട്ടിക്കാനത്തിനടുത്തുള്ള ഒരു മനോഹരമായ സ്ഥലമാണ്. യാദർച്ഛികമായിട്ട് കാര്യം പറഞ്ഞ സമയത്തെങ്ങാനും ചിലപ്പം ഇവിടെ മരിക്കാൻ കൊള്ളാമെന്നോ അല്ലെങ്കിൽ ഇത് പിന്നെ അല്ലെങ്കിൽ അവിടെ വന്ന് മരിക്കുന്നത് എന്തെങ്കിലും ഒരു ചെറിയൊരു കാഷ്വൽ ടോക്ക് വല്ലതും ചിലപ്പം നടത്തി കാണാനൊരു സാധ്യതയുണ്ട്. 100% ഉറപ്പൊന്നുമല്ല, സാധ്യതയുണ്ട്. കാര്യം പരുന്തുംപാറയിലെ ക്ലിഫ് എന്ന് പറഞ്ഞാൽ, ആ മലഞ്ചെരുവ് എന്ന് പറഞ്ഞാൽ ഈ കൊടൈക്കനാലിലൊക്കെ സൂയിസൈഡ് പോയിൻറ്റിനെക്കാളിലും വളരെ സ്റ്റീപ്പാണ്. ആ മലയുടെ ചെരുവെന്ന് വളരെ സ്റ്റീപ്പാണ്. അത് നല്ല ആഴത്തിൽ താഴെ നിൽക്കുന്ന മരങ്ങളുടെ ടോപ്പൊക്കെ കണ്ടാൽ നമുക്ക് തന്നെ അതിശയം തോന്നും. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഈ കുട്ടിയെ കാണാതായി തൊട്ടടുത്ത ദിവസങ്ങളിൽ ഒരു ദിവസം ഈ കുട്ടിയുടെ സഹോദരൻ ഒരു ബൈക്കിൽ ഒറ്റയ്ക്ക് പരുന്തുംപാറ പോയി. അപ്പോൾ അതിലൊരു അസ്വാഭാവികത തോന്നി. ഞങ്ങളത് ചോദ്യം ചെയ്തു, ആ കുട്ടിയെ നന്നായിട്ട് ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പോൾ അതിന് മറുപടിയായിട്ട് ആ കുട്ടി പറഞ്ഞത്, സഹോദരൻ പറഞ്ഞത്, ഈ കോളേജിൽ അവിടെ ഏറ്റവും നല്ല തേപ്പുകാരനായിട്ട്, ഇപ്പോൾ ഈ പിള്ളേർ സ്റ്റൈലിൽ പറയാമല്ലോ തേപ്പ്, അപ്പോൾ തേപ്പുകാരനായിട്ട് ഈ കുട്ടിയെ തിരഞ്ഞെടുത്തു. അത് ഒരു കളിയാക്കലാണ്. അപ്പോൾ അതിൻ്റെ ആ ദുഃഖം കൊണ്ടാണ് പരുന്തുംപാറയിൽ പോയെന്ന് പറയുന്നത്. എന്തായാലും ഒറ്റയ്ക്ക് ബൈക്ക് ഓടിച്ചാണ് പരുന്തുംപാറ പോയിട്ടുള്ളത്. അതൊരു ചെറിയൊരു സാധ്യതയുണ്ട്, പക്ഷേ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾക്ക് അത് ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഈ ക്ലിഫിൽ താഴെ ആ പിന്നെ അടിവാരത്ത്, അത് കേരളത്തിലെ തന്നെ ഏറ്റവും ഡെൻസ് ഫോറസ്റ്റുകളിലൊന്നാണ്, പെരിയാർ കടുവാ സങ്കേതത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവിടെ ഇറങ്ങി ഞങ്ങൾ അന്വേഷണമൊക്കെ നടത്തിയിട്ടുണ്ട്. ഒരു 10-60 പേര് ഫോറസ്റ്റുകാരെയും അവിടുത്തെ ലോക്കൽ പോലീസിനെയൊക്കെ സംഘടിപ്പിച്ച് പല ബാച്ചുകളായിട്ട് ആ മലഞ്ചെരുവിലൂടെ ഇറങ്ങി താഴെ പരിശോധനയൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ റിമെയിൻസ് ഒന്നും കിട്ടിയിട്ടില്ല, അവശിഷ്ടങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ചില ജീവികൾ, ഈ കടുവയൊക്കെ ആണെങ്കിൽ അത് ഡെഡ് ബോഡി, ഇപ്പോൾ സിംഹമൊക്കെ ആണെങ്കിൽ ഫ്രഷാണ് കഴിക്കുന്നത്. എന്നാൽ കടുവയൊക്കെ ആണെങ്കിൽ ഈ ചീഞ്ഞ ഡെഡ് ബോഡിയൊക്കെ കഴിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ശരിയാണ്, അവിടുന്ന് നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല, ഇതൊരു സംശയം മാത്രമേ ഉള്ളൂ. എന്തായാലും അവിടുന്ന് കാര്യമായ അന്വേഷണം ഒരു തെളിവും ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ ആ സമീപത്തുള്ള മത്തായി കൊക്ക, അവിടെ എല്ലാം ഇറങ്ങി പരിശോധിച്ചിട്ടുണ്ട്. പിന്നീട് ഈ ഒരു കോള് കുട്ടിക്ക് അവിടെ ഇവരുടെ വീട്ടിൽ വരുന്നൊരു പാസ്റ്ററുണ്ട്, ഒരു കോള്, ആ കോള് വന്നത് മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. ഈ മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗ എന്ന് പറയുന്ന സ്ഥലം കേരളത്തിൻ്റെ ഐഡൻറ്റിക്കലായിട്ടുള്ള ക്ലൈമറ്റുള്ള ഒരു സ്ഥലമാണ്.
അന്നൊക്കെ ഒരു 10 വർഷം മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ 50,000 രൂപ കൊടുത്താൽ ഒരേക്കർ സ്ഥലം കിട്ടും. ഇവിടുന്ന് പാവപ്പെട്ടവർ ഒരേക്കർ 1 സെൻറ്റ് വിറ്റാൽ ചിലപ്പോൾ 50,000 കിട്ടും. അതുകൊണ്ട് പോയി ഒരേക്കർ വാങ്ങിച്ച് കൃഷി ചെയ്യുന്ന ഒരുപാട് പേര്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിശയം തോന്നും. ഈ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലെ വണ്ടികളാണ്, രജിസ്ട്രേഷൻ വണ്ടികളാണ് കിടന്ന് ഓടുന്നത്. ധാരാളം ആൾക്കാർ ഈ ജില്ലകളിൽ നിന്ന് അവിടെ പോയി സെറ്റിൽ ചെയ്തിട്ടുണ്ട്. റബ്ബർ നല്ലതുപോലെ ഉണ്ടാവും. വാഴക്കൃഷിയുണ്ട്. അവിടെ പോയി പള്ളികളും അതുപോലെ പെയ്ത്തുമൊക്കെ സ്ഥാപിച്ച് ധാരാളം ആളുകൾ അവിടെ ഉണ്ട്. ആ ഒരു കോളും വളരെ നന്നായിട്ട് സിന്ധൂർഗയിൽ പോയി അന്വേഷണം നടത്തി. അതിനകത്തും വ്യക്തമായ ഒരു തെളിവൊന്നും ലഭിച്ചിട്ടില്ല. പിന്നെ ബാക്കിയുള്ള എല്ലാം അവിടെ കണ്ടു, ഇവിടെ കണ്ടു, ബാംഗ്ലൂരിൽ കണ്ടു, ചെന്നൈയിൽ കണ്ടു, അല്ലെങ്കിൽ ചെന്നൈയിൽ ഒരു ഡെഡ് ബോഡി റോഡ് സൈഡിൽ കിടക്കുന്നു. അതെല്ലാം അന്നേരം പോയി ഞങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. ടീമായിട്ട് പോയി എല്ലാ സ്ഥലങ്ങളിലും അന്വേഷിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് 2 ലക്ഷം രൂപയും പിന്നീട് അത് 5 ലക്ഷമായിട്ട് ഉയർത്തുകയും ചെയ്തു. മനോജ് എബ്രഹാം സാറാണ് അത് പ്രഖ്യാപിച്ചത് തുക. അതിനുശേഷം ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷണം ഏറ്റെടുത്തു. ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിലും വളരെ സമഗ്രമായ അന്വേഷണം നടത്തിയത്. പക്ഷേ ഒട്ടും പുരോഗതി ഉണ്ടായിട്ടില്ല. എല്ലാ കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. തുടർന്ന് ഈ CBI ഈ കേസിൻ്റെ അന്വേഷണം ഏറ്റെടുത്തു. CBI കേസിൻ്റെ അന്വേഷണം ഏറ്റെടുക്കാൻ കാരണം കുട്ടിയുടെ ബന്ധുക്കളും അതുപോലെ പൊതുപ്രവർത്തകരും ചേർന്ന് ഹൈക്കോടതിയിൽ ഹർജി കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി നിർദ്ദേശാനുസരണമാണ് CBI അന്വേഷണം ഏറ്റെടുക്കുന്നത്. CBIയും വളരെ സമഗ്രമായ അന്വേഷണം നടത്തി. അപ്പോൾ തുടക്കം തൊട്ടേ CBI ഈ കുട്ടിയുടെ അച്ഛനെ അതുപോലെ തന്നെ ഈ കുട്ടിയുടെ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഈ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് 17 തവണ ഈ കുട്ടിയെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടിയൊക്കെ വളരെ കാര്യമായിട്ട് ഞങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. CBI ആണെങ്കിൽ ഇവരെ ബാംഗ്ലൂരിൽ കൊണ്ടുപോയി ബ്രെയിൻ മാപ്പിംഗ് നടത്തിയിട്ടുണ്ട്. വളരെ കാര്യമായ ചോദ്യം ചെയ്യൽ, ശാസ്ത്രീയമായ ചോദ്യം ചെയ്യലെല്ലാം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു യൂസ്ഫുൾ ഇൻഫർമേഷൻ ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ തുടക്കം തൊട്ട് പലപ്പോഴും ഞങ്ങളോടും പറഞ്ഞിട്ടുള്ള ഈ ഇൻഫർമേഷൻസ് ചില രാഷ്ട്രീയക്കാരൊക്കെ പറഞ്ഞാൽ ജസനയുടെ അച്ഛനെ പിടിച്ച് 2 അടി കൊടുത്താൽ കേസ് ഇപ്പോൾ തെളിയും, വീട്ടുകാരെ നന്നായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യണം. പക്ഷേ അന്നൊക്കെ ഒരു മകളെ നഷ്ടപ്പെട്ട പിതാവാണ്. ഒരു മകളെ നഷ്ടപ്പെട്ട പിതാവിൻ്റെ മാനസികാവസ്ഥ നമുക്കറിയാം. അതിന് വേറെ സംശയിക്കത്തക്ക കാര്യമൊന്നുമില്ലെങ്കിൽ നമ്മൾ ആവശ്യമില്ലാത്ത ചോദ്യം ചെയ്യലും ഒക്കെ ചെയ്യുന്നത് വളരെ ദോഷമാണ്. അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ ജസനയുടെ പിതാവിനോട് പെരുമാറുകയും എന്നാൽ പരമാവധി ഇൻഫർമേഷൻസ് എടുക്കുകയും ചെയ്തു. പക്ഷേ ആ സമയത്തൊന്നും നമുക്ക് ഒരു കാര്യമായ പുരോഗതി ഈ കേസിനുണ്ടായിട്ടില്ല. പക്ഷേ ആദ്യത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് പിന്നീട് ഇത് കണ്ടെത്തണം എന്നുള്ളൊരാഗ്രഹം തന്നെയാണ് എനിക്കുള്ളത്. ക്രൈംബ്രാഞ്ചിന് പറ്റില്ല. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നല്ല അന്വേഷണ ഏജൻസിയാണ് അന്വേഷിക്കുന്നത്. തീർച്ചയായിട്ടും അതിനകത്ത് ഒരു ക്ലൂ കിട്ടും എന്ന ശുഭാപ്തി വിശ്വാസകനാണ് ഞാൻ. തീർച്ചയായിട്ടും ഈ പുതിയ വർഷത്തിൽ അത് സംഭവിക്കട്ടെ എന്നുള്ളത് അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. CBI അന്വേഷണത്തിൽ നമുക്കറിയാം, ഈ അഭയ കേസിൽ തന്നെ 28 വർഷത്തിന് ശേഷമാണ് ആ കേസ് CBI തെളിയിക്കുന്നത്. അതുപോലെ തന്നെ ചേകന്നൂർ മൗലവിയുടെ തിരോധനമായിട്ട് ബന്ധപ്പെട്ട കേസ് അനേക വർഷങ്ങൾ എടുക്കുന്നുണ്ട്. എന്നാലും ഈ കേസിൽ എന്തെങ്കിലും ഒരു ഫൈനലായിട്ടൊരു റിസൾട്ട് കിട്ടും എന്ന ശുഭാപ്തി വിശ്വാസം നമുക്കുണ്ട്. തുടക്കത്തിലെ അന്വേഷണം ഇപ്പോൾ എല്ലാവരും ഈ രണ്ടാമത് അന്വേഷിക്കുന്നവരെ ആദ്യം അന്വേഷിക്കുന്നവരെ കുറ്റം പറയും. കാരണം അത് ചില രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് ഒരു സോഷ്യൽ മീഡിയയിൽ കൂടെ പറയാൻ പറ്റത്തില്ല. അതെല്ലാം ഞങ്ങൾ അന്വേഷിച്ചിട്ടുള്ളതാണ്. ആ പറയുന്ന കാര്യങ്ങളെല്ലാം അന്വേഷിച്ചിട്ടുള്ളതാണ്. ആദ്യം ജസന ഹോസ്പിറ്റലിൽ പോയപ്പോൾ ധരിച്ച വസ്ത്രം പല പ്രാവശ്യം ഞങ്ങൾ ചോദിച്ചിട്ട് കിട്ടിയിട്ടില്ല, ലഭിച്ചിട്ടില്ല. അതിനുശേഷം അത് കഴുകി തേച്ച് വെച്ചതിന് ശേഷമാണ് ജസനയുടെ സഹോദരി എടുത്ത് ഹാജരാക്കുന്നതും. അതൊക്കെ പ്രോപ്പറായിട്ട് തന്നെ അന്വേഷിച്ചിട്ടുണ്ട്. അതൊക്കെ വെറുതെ തുടർന്ന് ഈ ഉള്ള അന്വേഷണക്കാർ എന്തെങ്കിലുമൊക്കെ ഫാൾട്ട് കണ്ടുപിടിക്കും, അങ്ങനെയുള്ള ഫാൾട്ടുകളല്ല. അതിനകത്ത് കാര്യമൊന്നുമില്ല. അതെല്ലാം നല്ല രീതിയിൽ തന്നെ അന്വേഷിച്ചിട്ടുണ്ട്. ആ കാര്യവും വസ്ത്രത്തിനെ പറ്റിയും എല്ലാം അന്വേഷിച്ചിട്ടുണ്ട്. അതിൻ്റെ അന്വേഷണ രീതി എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കൂടെ അങ്ങനെ പറയാൻ പറ്റത്തില്ല. എന്തായാലും ഇത് വളരെ സെൻസേഷണലായിട്ടുള്ളൊരു കേസാണ്. അതിൻ്റെ ഒരു ആദ്യ അന്വേഷകന്മാരിൽ ഒരാൾ എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും ഈ കേസിൻ്റെ ഒരു അന്വേഷണ ഫൈനലായിട്ടുള്ള ഒരു പുരോഗതി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.